കണ്ണ് നിറത്തെ കാണുമ്പോൾ നിറത്തെ കാണുന്നതിന് വേറെ ഒന്നിനും ശേഷിയില്ല, വേറെ ഒരു ഇന്ദ്രിയത്തിനും ശേഷിയില്ല. അപ്പോൾ ആ നിറത്തെ സംബന്ധിച്ച് കണ്ണ് സ്വതന്ത്രനാണ്. അത് അതിൻ്റെ അറിവിൽപ്പെടാത്ത നിറത്തെ എപ്പോഴാണോ ആ ഇന്ദ്രിയത്തിന് അതുമായിട്ട് ബന്ധമുണ്ടാകുമ്പോൾ അതിനെ കാണിച്ചു തരുന്നു. ഈ ഒരർത്ഥത്തിൽ ആണ് സ്വതപ്രമാണം എന്ന് പറയുന്നത് കണ്ണിനെ. അപ്പോൾ അങ്ങനെ ഒരു സ്വതപ്രമാണത്തെ അംഗീകരിക്കുന്നതിന് നമുക്ക് പ്രയാസമില്ല. മുമ്പ് പറഞ്ഞ രീതിയിലുള്ളതല്ല. കണ്ണ് സ്വതപ്രമാണമാണെന്ന് പറയാം. ഇവിടെ നമ്മൾ സ്വതപ്രമാണത്തെ അംഗീകരിക്കുകയാണ്. ഇതുവരെ നിഷേധിച്ചു, ഇനി അംഗീകരിക്കാൻ പോവുകയാണ്. സ്വതപ്രമാണം ഉണ്ട്, കണ്ണ് സ്വതപ്രമാണമാണ്. ഇത് വേറെ ഒരു ഇന്ദ്രിയോടൊന്നും അതിന് കഴിയുന്നില്ല. ചെവിക്കോ മൂക്കിനോ നാക്കിനോ ഒന്നും പറയാൻ പറ്റുന്നില്ല ഇത് വെളുത്ത നിറമാണ്, കണ്ണിനെ പറ്റും. കണ്ണ് സ്വതപ്രമാണമല്ല, ഇത് നിരപേക്ഷമായ പ്രമാണം. ഇത് മറ്റൊന്നിനെ അപേക്ഷിക്കുന്നില്ല. കണ്ണിനോട് മനസ്സ് ചേരണം, കണ്ണ് വിഷയത്തോട് ചേരണം, അതിനെ പ്രകാശിപ്പിക്കുന്നു. ഇതുവരെ അറിയാതിരുന്നതിനെ അത് വെളിപ്പെടുത്തുന്നു. ഇത് ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഇത് ബാധകമാണ്. അതുകൊണ്ട് നമുക്ക് പറയാം വേദം സ്വതപ്രമാണമാണ്. ഇതുവരെ പറഞ്ഞതിന് വിരുദ്ധമായി വേദസ്വതപ്രമാണമല്ലെന്നാണ് പറഞ്ഞ് ഇപ്പോൾ പറയുന്നു വേദസ്വതപ്രമാണം. എന്തുകൊണ്ട്? വേദം സത്യദർശിയുടെ വാക്കാണ്. ആ വാക്ക് ശ്രവിക്കുന്നവന്, ആ വാക്കിന്റെ ശ്രവണ മനനങ്ങൾ അനുഷ്ഠിക്കുന്നവന് ആ തത്വം അവന് വെളിപ്പെടുന്നു. എങ്ങനെ വെളിപ്പെട്ടു? ആ വാക്യത്തിലൂടെ. അത് വെളിപ്പെടുന്നതിന് കണ്ണിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. മൂക്കിന്റെ ആവശ്യമുണ്ടോ? നാക്കിന്റെ ആവശ്യമുണ്ടോ? ഈ പറയുന്ന ഏതെങ്കിലും പ്രമാണങ്ങൾ അതിനെ സഹായിക്കുമോ? ഇല്ല. അപ്പോൾ അത് നിരപേക്ഷമായ പ്രമാണമാണ് ശബ്ദം. ഇത്തരത്തിൽ അതിനോട് പറയുന്നത് എന്താണ്? പ്രാമാണ്യം വേദവാക്യാനാം എന്നുവെച്ചാൽ മാനാന്തരാശ്രയ. ഇങ്ങനെ അതിന്റെ സ്വതപ്രാമാണ്യത്തെ മനസ്സിലാക്കണം. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ. അപ്പൊ വേദം സ്വതപ്രമാണമാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് ഇനി പറയണം. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞു അല്ലെന്ന് പറയരുത്. വേദം സ്വതപ്രമാണമാണ്. എന്തുകൊണ്ട്? ഈ ബോധത്തെ ഒരുവന്റെ ഉള്ളിൽ ഉണർത്തുന്നതിന് ആ വാക്യങ്ങൾക്ക് ശേഷിയുണ്ട്. അത് വേദവാക്യമെന്നോ അല്ലെങ്കിൽ ഗുരുവാക്യമെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അതിനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ടാണ് അത് കേൾക്കുമ്പോൾ അവന് ബോധം ഉണ്ടാകുന്നത്. ആ ബോധം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അവന് കണ്ണു തുറന്ന് കാണുകയോ മൂക്ക് തുറന്ന് മണക്കുകയോ രസന കൊണ്ട് നക്കി നോക്കിയോ ഒന്നും വേണ്ട. ശ്രവണേന്ദ്രിയത്തിലൂടെ, കേവല ശ്രവണേന്ദ്രിയത്തിലൂടെ ആ ശബ്ദത്തെ ഗ്രഹിച്ചാൽ മതി. അതെന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അവന്റെ ബുദ്ധി ഉപയോഗിക്കുക. അതാണ് മനനം. അപ്പോൾ ഇവിടെ മാനാന്തര അപേക്ഷയില്ല. പിന്നെ ബുദ്ധിയുടെയൊക്കെ ആവശ്യം വരുന്നത് എന്താണ്? ആ ശബ്ദം എന്താണ്? ആ ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? അത് മനസ്സിലാക്കണം. മനസ്സിലാക്കുമ്പോൾ ബുദ്ധി തന്നെ അവിടെ പല സംശയങ്ങളും ഉണ്ടാക്കും. അതൊക്കെ നമ്മൾ നമുക്ക് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. വേദം സ്വതപ്രമാണമാണ്. വേദവാക്യം സ്വതപ്രമാണമാണ്. അത് മറ്റൊരു മാനത്തെ ആ രീതിയിൽ അല്ല, മുമ്പ് പറഞ്ഞ രീതിയിലല്ല. അത് പറഞ്ഞാൽ അബദ്ധം വരും. ഒരു സത്യദർശിയുടെ വാക്യം അത് സത്യത്തെ വെളിപ്പെടുത്തുന്നതാണ്. ആ നിലയ്ക്ക് അതുകൊണ്ടാണ് ഗുരുക്കന്മാരുടെ വാക്യം സ്വതപ്രമാണമാണ്. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്? ഗുരുവാക്യത്തിൽ ശ്രദ്ധ വേണം. അതാണ് പറയുന്നത് വേദവാക്യത്തിൽ ശ്രദ്ധ വേണം. അത് മുമ്പ് പറഞ്ഞതുപോലെ എന്നുവെച്ചാൽ വേദോക്തിതോ വേദശ്രദ്ധേയാർത്ഥ ആ രീതിയിലല്ല. രണ്ടും ഇത് വേർതിരിച്ച് മനസ്സിലാക്കണം. ഒരിക്കലും അന്ധത അവിടെ വരാൻ പാടില്ല. ഞാനിന്ന് രാവിലെ ഇവിടെ വന്നപ്പോൾ തന്നെ പലരും എന്നോട് പറഞ്ഞു, ഇന്നലെ പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങളാകെ തകർന്നിരിക്കുകയാണ്, ഇനി അത് നീട്ടിക്കൊണ്ട് പോകരുത്. ഇനി അത് നീട്ടിക്കൊണ്ട് പോകാൻ താങ്ങാനുള്ള ശേഷിയില്ല. ഇത് നാസ്തികന്മാർ പറയുന്ന പോലെയാണെന്ന് പറയുന്നു. വേദസംബന്ധമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു.
ചിന്തിക്കണം എന്താ പറയുന്നത്. നമുക്ക് ഈ വിഴുങ്ങുന്ന സ്വഭാവം നല്ലതല്ല. നല്ലവണ്ണം ചവച്ചരച്ച് വിഴുങ്ങിയാലേ എന്തും ദഹിക്കത്തുള്ളൂ. എന്താ പറയുന്നതിന്റെ താല്പര്യം അത് മനസ്സിലാവും. ഇവിടെ ഞാൻ പറയുന്നതിന് ഒരു ആചാര്യൻ പറഞ്ഞിരിക്കുന്നതിന് വ്യാഖ്യാനിക്കുകയാണ്, വിവരമുള്ള മനുഷ്യർ പറഞ്ഞതിന് വ്യാഖ്യാനിക്കും. അപ്പോൾ അത് ഈ തരത്തിലാണ് മനസ്സിലാക്കേണ്ടത്. വേദത്തിന്റെ സ്വതപ്രാമാണ്യം, പ്രാമാണ്യം വേദവാക്യാനാം എന്നുവെച്ചാൽ മാനാന്തരാശ്രയ. അതിന് ഉദാഹരണം പറയുന്നത് എന്താണ്? അക്ഷാദേരവി മാനത്വം യഥോക്താദേവ കാരണ. ഇത് വെറുതെ ആരെയും ഒന്നും അടിച്ചേൽപ്പിക്കുന്ന കാര്യമല്ല, സ്വന്തം അനുഭവത്തെ ചിന്തിച്ചു നോക്കുക. അക്ഷാദികൾ, അക്ഷം ചക്ഷുരേന്ദ്രിയം, ശ്രവണേന്ദ്രിയം, രസനേന്ദ്രിയം, ഘ്രാണേന്ദ്രിയം, ഓരോന്നിന്റെയും പ്രവർത്തനത്തെ നോക്കുക. ഇതെല്ലാം സ്വതപ്രമാണമല്ലേ? ഇതെല്ലാം സ്വതപ്രമാണമാണ്. അതെല്ലാം വസ്തുവിനെ ബോധ്യപ്പെടുത്തുന്നുണ്ട്, അത് വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നുണ്ട്. അത് പിന്നെ വരുന്നത് എന്താണ്? ഏത് പ്രമാണം, എല്ലാ പ്രമാണവും സ്വതപ്രമാണമാണെങ്കിലും ഇതിലെല്ലാം ഒരു തകരാറുണ്ട്, ഭ്രമം അതുണ്ടാകും. അതെവിടെ നിന്നുണ്ടാകാം? അത് വേദവാക്യത്തിൽ നിന്നുണ്ടാകാം, ചക്ഷുരേന്ദ്രിയത്തിൽ നിന്നുണ്ടാകാം, ശ്രവണേന്ദ്രിയത്തിൽ നിന്നുണ്ടാകാം, രസനേന്ദ്രിയത്തിൽ നിന്നുണ്ടാകാം, ഘ്രാണേന്ദ്രിയത്തിൽ നിന്നുണ്ടാകാം. അവിടെ ആ ഭ്രമം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ആത്മാവാരെ ശ്രോതവ്യോ മന്ദവ്യോ നിധിധ്യാസിതവ്യ. അതാവശ്യമാണ്. ശ്രവണ മനനങ്ങൾ അവിടെ ആവശ്യമാണ്. എന്തുകൊണ്ട്? അതാണ് നേരത്തെ പറഞ്ഞത്. മരുമരീചിയെ കണ്ടിട്ട് ചക്ഷുരേന്ദ്രിയ സ്വതപ്രമാണമാണ്, അത് കാണിച്ചു തരുന്നു. ഇത് ജലമാണ്, പക്ഷെ വിശ്വസിക്കരുത്. അവിടെ പിന്നെ എന്തിനെ ആശ്രയിക്കുന്നത്? അത് അവിടെ മറ്റൊരു പ്രമാണത്തെ ആശ്രയിച്ചു, വാക്യത്തെ ആശ്രയിച്ചു, പിന്നെ മനനം ചെയ്തു. അല്ലെങ്കിൽ സ്വയം തന്നെ സ്വന്തം ബുദ്ധി തന്നെ ഉണർന്നു, സ്വന്തം യുക്തി ഉണർന്നു. ഇത് ജലമില്ലാത്ത മരുഭൂമിയാണ്, ഇവിടെ ഞാൻ മുമ്പ് ഇത് സഞ്ചരിച്ചിട്ടുള്ള വഴിയാണ്, ഇവിടെ ഒരിക്കലും ജലം കണ്ടിട്ടില്ല, ഈ നിമിഷം ഇങ്ങനെ ജലം പ്രത്യക്ഷമാകുന്നുണ്ടെങ്കിൽ ഇതെന്തോ തകരാറാണ്, ഇത് പരിശോധിക്കണം. സ്വന്തം ബുദ്ധി തന്നെ ഉണരുന്നു. അല്ലെങ്കിൽ ആദ്യമായി വന്ന് വട്ട സ്ഥലമാണെങ്കിൽ വേറെ ആളുടെ സഹായം വേണ്ടി വരുന്നു. ഇത് രണ്ടുമില്ലെങ്കിൽ അതിന് മൃഗതൃഷ്ണിക എന്നുള്ള പേര് വന്നത് എന്തുകൊണ്ടാണ്? മാന് അതിൻ്റെ പുറകെ ഓടി വെള്ളം കിട്ടാതെ മരിക്കുന്നു, അത് സംഭവിക്കുന്നു. അതുകൊണ്ട് അവിടെ പ്രാധാന്യം സ്വന്തം വിവേകത്തിനാണ് പ്രാധാന്യം. അതിനാണ് പരമമായ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. അല്ലാതെ എന്നുവെച്ച വേദോക്തിതു വേദശ്രദ്ധയാർത്ഥം, വേദം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് പ്രാമാണ്യം, സ്വതപ്രാമാണ്യത്തെ എങ്ങനെ നിഷേധിക്കുന്നു, സ്വതപ്രാമാണ്യത്തെ എങ്ങനെ അംഗീകരിക്കുന്നു എന്നുള്ളത് രണ്ടും മനസ്സിലാകും. അത് ഈശ്വരൻ പറഞ്ഞു എന്നുള്ള നിലയ്ക്കല്ല, പിന്നെ ഏത് നിലയ്ക്കാണ് ആ സ്വതപ്രാമാണ്യം വരുന്നത്? അങ്ങനെ ഒരു അന്ധതയുടെ പേരിലല്ല എന്നാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്.